Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്, ട്യൂസ്ഡേ. ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന ലെവൽസ് നമ്മൾ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഓക്കെ, സോ നമ്മൾ ചാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റിയിൽ ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്കാണ്. ഗ്യാപ്പ് അപ്പ് ആയാലും എങ്ങനെയായാലും ഫസ്റ്റ് മൂവ് താഴേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ മൂവ് താഴേക്ക് വന്നിട്ട് പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറണമെങ്കിൽ അത് നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടും എന്ന് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാം, റൈറ്റ്? നിഫ്റ്റി സോയിന് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുത്തത് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. എക്സാക്ട്ലി താഴെ വന്നിട്ട് അവിടെ നിന്നാണ് കറക്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ. നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിൽ വരയ്ക്കണം, എന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ ഇല്ലാന്ന്, റൈറ്റ്? ഇത് കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റുകൾ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്കൊരു കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരണം. ആളുകൾ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, ബട്ട് കമൻറ്റ് ചെയ്യണം. ഭയങ്കര ലൈക്കും ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ എല്ലാത്തിനും മടിയുണ്ട്. ബട്ട് നമ്മൾ ഇത്രയ്ക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഒന്ന് നിൽക്കണം, കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യണം, എന്നിട്ടല്ലേ ശരിയാവുള്ളൂ. ബാക്കി അനാലിസിസ് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ട്രെൻഡ് ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ലൈൻ സപ്പോർട്ട് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് താഴേക്ക് പ്രൈസ് വന്നു, ദെൻ ഇവിടുന്ന് ഫോം ആയത് എന്താണ്? പിൻ ബാർ. കണ്ടോ? ഹലോ, പിൻ ബാർ ഫോമായി പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി, ബട്ട് ഓവറോൾ സൈഡ് വേസ് ആയിരുന്നു ഇവിടെ വരെ. ഓക്കെ, പിന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തായിരുന്നു. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ 180 ഈ ഏരിയ റെസിസ്റ്റൻസ് സോണാണ്, 150, 160 ആൻഡ് 200 ഒക്കെ റെസിസ്റ്റൻസ് സോണാണൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു. ആൻഡ് പ്രൈസ് അവിടെ നിന്നൊക്കെ ലാസ്റ്റിൽ ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് പ്രൈസ് മുകളിലേ പോയി നിന്നത് എവിടെ? നമ്മുടെ റെസിസ്റ്റൻസ് ഇതായിരുന്നു നമ്മുടെ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 24,300 ആണ് ഞാൻ ഇത് നമ്മുടെ ഇത് ഒക്കെ ലെവൽസ് ഞാൻ നമ്മുടെ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെവൽസാണ് ഇതൊക്കെ എല്ലാം കൂടി. ഈ ലെവൽസ് കണ്ടോ? എന്തിനാണ് ഞാൻ ഈ 24,300 ലെവൽ കൊടുത്തത്? ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു ഷാർപ്പ് സെല്ലിംഗ് ജനറേറ്റ് ആയത്. ഈ കണ്ടോ? ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടോ? ഒരു പോസ് എടുത്തു, ദെൻ ആണ് സഡൻ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ. സോ എപ്പോഴും ബൈയിങ് ക്യാൻഡിലായാലും സെല്ലിംഗ് ക്യാൻഡിൽ സഡൻ ഇങ്ങനെ വരുന്നത്, അതൊക്കെ രണ്ട് ക്യാൻഡിൽസ് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത് ഒരു ഒബി ആണ്. റെസിസ്റ്റൻസ് നാളത്തേക്ക് ഈ ഏരിയ ഫുള്ള് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ഈ 50 പോയിൻറ്റ്സ് നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നാളെ മാറും. മേ ബി കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. സോ നാളെ ഇച്ചിരി മീൻസ് ഈ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ അകത്ത് കൺസോളിഡേറ്റ് ചെയ്താലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടി ബെറ്റർ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റീട്രേസ്മെൻറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ നമുക്ക് ഫ്രഷ് മൂവ് കിട്ടുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കണം. ട്രാപ്പ് ആവരുത്. നാളെ ട്രാപ്പിംഗ് നടക്കാനുള്ള ചാൻസസ് കൂടുതൽ കാണുന്നുണ്ട് ഇതിനകത്ത്. റീസൺ ഇവിടെ കൺസോളിഡേറ്റ് ഇവിടെ ആയി, ബട്ട് ഈ ബ്രേക്ക്ഔട്ടിന് മുന്നേ ഒന്നും കൺസോളിഡേറ്റ് ചെയ്തിട്ട് വേണം ബ്രേക്ക്ഔട്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ശരിക്കും ഓപ്ഷൻ ബയസ് നല്ലൊരു ഹെൽത്തി മൂവ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ഗ്യാപ്പ് അപ്പ് ആക്കും, എന്തെങ്കിലും വീണ്ടും താഴേക്ക് പ്രൈസ് കൊണ്ടുവരും, പിന്നെ ആയിരിക്കും മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. ഓക്കെ, സോ ഓപ്ഷൻ ബയേഴ്സ് ബ്രേക്ക്ഔട്ട് കണ്ടിട്ട് ചാടി കയറും, പിന്നെ ട്രാപ്പ് ആകും ഓപ്ഷൻ ബയേഴ്സ്. അതാണ് ഇവിടെ ഒരു അത്. ഓക്കെ, സോ നമ്മുടെ മൂവ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഇപ്പോൾ എനിക്ക് കാണുന്നത് ലാസ്റ്റ് വീഡിയോ ഞാൻ ഡൗൺ സൈഡാണ് പറഞ്ഞത്, ഇപ്പോഴും എക്സ്പെക്റ്റിംഗ് അത് തന്നെയാണ്. ബട്ട് നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കണം. നാളെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അത് സപ്പോസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ അടിച്ച ഈ ലോ ഉണ്ടല്ലോ 24,250, യെസ്, ഇത് ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഗ്യാപ്പ് അപ്പ് ആയിട്ട് പിന്നെ താഴെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കപ്പോൾ പ്ലേ ചെയ്യാം ഈസിലി. ഓക്കെ, ബട്ട് നേരത്തെ അടിച്ച ലോ, ഇപ്പോൾ ഈ അടിച്ച ലോ, അപ്പോൾ അങ്ങനെ ലോവർ ലോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് വീക്ക്നെസ് ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. ഓക്കെ, ഓവറോൾ നമ്മുടെ സ്ട്രക്ചർ ബുള്ളിഷാണ്, ഒരു വീക്ക്നെസ് ഒന്നും ഇല്ല. ഞാൻ ഇവിടുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇത് ഇവിടുന്ന്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഫിഫ്ത്ത് വേവിൻ്റെ മിനിമം ടാർഗറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിലിപ്പോൾ റിസ്ക് എടുക്കേണ്ട ആരും നോ. ഫിഫ്ത്ത് വേവിൽ നമ്മുടെ ഇപ്പോൾ അടിച്ച ഹൈ ആൻഡ് ഇപ്പോഴത്തെ ലോ, ഈ ഫോർത്ത് വേവിൻ്റെ ലോ. ഓക്കെ, നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിനിമം ടാർഗറ്റ് വരുന്നത് 127% ആണ്. ഓക്കെ, 24,480. ഓക്കെ, മിനിമം ടാർഗറ്റ്. മാക്സിമം 161 ആൻഡ് 200 പോയിൻറ്റ് മുകളിലേക്കും പോകാറുണ്ട്, ഇത്ര വരെയും പോകാറുണ്ട്.
അത്യാവശ്യം മാക്സ് 260 ഇത്ര വരെയും പോകാറുണ്ട്. മാക്സിമം 360% ആണ്. എന്തായാലും നമുക്ക് അതൊന്നും നോക്കണ്ട. നമുക്ക് മിനിമം ടാർഗറ്റ് നമ്മുടെ ഇതാണ്. ഓക്കെ, 127% ആണ് നമ്മുടെ മിനിമം ടാർഗറ്റ് നമ്മൾ ഇറങ്ങണം. അതാണ് ശരിക്കും യൂഷ്വലി. സോ ഈ ലെഗിൻ്റെ ദാറ്റ് മീൻസ് ഈ ലെഗ് ഇപ്പോൾ പോകുന്നുള്ളൂ അവിടെ വരെ പോകാറുള്ളൂ. ഞാൻ അവിടെ വരെ മാത്രമേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മൾ നോക്കുക. കാരണം ആ സമയത്ത് ഇവിടെ ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഏത് റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് ഈ മേജർ റെസിസ്റ്റൻസ് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ പ്രൈസ് കൺസിഡർ ചെയ്ത് പിന്നെ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ ഓക്കെ, അതർവൈസ് ഇവിടുന്ന് വീണ്ടും ഒരു താഴേക്ക് വരും. എന്തായാലും അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ലെഗ് മുകളിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, സ്റ്റിൽ മുകളിലേക്ക് പോകേണ്ടത്. ബട്ട് നാളെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണോ ഇല്ല എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആക്കി വരുന്ന എൻ്റെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഈ വരുന്ന ഒരു ട്രെൻഡ് ലൈനുള്ള മുകളിൽ നിന്ന് ഒരു ബ്ലൂ കളറുടെ ട്രെൻഡ് ലൈൻ വരച്ചു. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ അവിടെ ബ്രേക്ക് ഔട്ട് ആവുന്ന മുന്നേ കൺസോളിഡേഷൻ ചെയ്യണം. ഓക്കെ, കൺസോളിഡേഷൻ ചെയ്യണം. എന്നിട്ടേ അത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഒരു നല്ല ഗുഡ് ആൻഡ് ജെന്യുവൻ ബ്രേക്ക് ഔട്ട് ആവും. ഓക്കെ, സോ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സോ അപ്പോൾ ഇത് 1, 2, 3 and 4th വേവ് ആണ് വരുന്നത്. താഴേക്ക് 4th വേവ് വരും. ആ വേവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേവ് കാൽക്കുലേറ്റ് ഫിബൊനാച്ചി വെച്ചിട്ട് ഫിബർ റിട്രേസ്മെൻറ്റ് എടുക്കാം. ഓക്കെ, ഈ ലോ ടു ഇന്ന് അടിച്ച ഒരു ഹൈ ഇൻ കേസ് ഫ്ലാറ്റ് ടു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഓക്കെ, സോ അത് മിനിമം ഈ ഏരിയ വരെ വരും. ആ ട്രെൻഡ് ലൈൻ വീണ്ടും സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? ആ ട്രെൻഡ് ലൈനെ വീണ്ടും റെസ്പെക്ട് ചെയ്യും. ഏത് ട്രെൻഡ് ലൈൻ? നമ്മുടെ ഈ ബ്ലൂ ട്രെൻഡ് ലൈൻ. അപ്പോൾ നമ്മുടെ ലെവൽ കൂടി വരുന്നത് 24,140 ആ ഏരിയയിൽ. ഓക്കെ, ഫിബൊനാച്ചിയുടെ മിനിമം ടാർഗറ്റാണ് ഈ ഒരു ലെഗിന്. അങ്ങനെ മിനിമം ടാർഗറ്റും പറയാം. അത് അങ്ങനെ ഇല്ല. മാക്സിമം താഴേക്ക് ഒന്നുകൂടി താഴേക്ക് വരാനുള്ള മാക്സിമം ചാൻസസ് ഉണ്ടാവാറുണ്ട്. ഇല്ല എന്നില്ല. സപ്പോർട്ട് നമ്മൾ നോക്കണം ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, ബട്ട് ഈ ലെഗിൽ സ്റ്റിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്. ഈ ലെഗിന് ടാർഗറ്റ് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ കാണിച്ചു തരുള്ളൂ നിങ്ങൾക്ക് 127% ആണ്. ഓക്കെ, മിനിമം 480 വരെ ഈ ലെഗിൻ്റെ. സോ അവിടെ പോയാലേ നമ്മുടെ ഈ ലെഗ് കംപ്ലീറ്റ് ആവുള്ളൂ. യൂഷ്വലി അങ്ങനെയാണ് ആവാറുള്ളൂ. ഓക്കെ, സോ നോക്കിയിട്ട് വേണം നമ്മൾ ഫർദർ ട്രേഡ് എടുക്കാൻ. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു സപ്പോർട്ടായിട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ടായി. ദെൻ പിന്നെ വരുന്നത് ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. മാറിപ്പോകരുത്. ഈ ട്രെൻഡ് ലൈൻ ബ്ലൂ ട്രെൻഡ് ലൈൻ ഞാൻ മറിച്ചിട്ടുണ്ട്. മാറിപ്പോകരുത്. OBയുടെ ആവശ്യമില്ല ഇപ്പോൾ. OB ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് താഴേക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടുക. ഈ ലോ ബ്രേക്ക് ആയില്ലെങ്കിൽ അപ്സൈഡ് തന്നെയാണ്. ഈ ലോ ബ്രേക്ക് ആയാലും മാത്രമേ നമ്മൾ ഫർദർ ഡൗൺ സൈഡ് കാണുകയുള്ളൂ. ബട്ട് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ആ ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസസ് സ്റ്റിലുണ്ട്. ഒന്നും ഇതില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്ക് അന്ന് എല്ലാവരും റെഡ് ക്യാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ റെഡ് ക്യാൻഡിൽ കണ്ടിട്ടാണ് എല്ലാവരും കൂടി കണ്ടോ എല്ലാവരും ബിയറിഷ് ആയത്. ഞാൻ ആ സമയത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ ഇനി ട്രിപ്പിൾ 3 കറക്ഷൻ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. ഓക്കെ, 3 കറക്ഷൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. കണ്ടോ 3 കറക്ഷൻ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബൈ ആണ് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ. എന്നിട്ട് പ്രൈസ് അത്യാവശ്യം ഇവിടുന്നാണ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ ഇവിടുന്ന് നന്നായിട്ട് കയറിയിട്ടുണ്ട് പ്രൈസ്. സോ ഇനി ഇത്ര ഉള്ളൂ എനിക്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഷെയർ ചെയ്യുന്ന മുന്നേ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂട്ടിത്തരുക എല്ലാവരും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും സെയിം അത് തന്നെയാണ്. 3 കറക്ഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുന്നു. 4th വേവിൽ ഫോം ആവാറുള്ളൂ. മാക്സിമം 90% അങ്ങനെയാണ് കണ്ടത്. 4th വേവിൽ ഫോം ആവാറുള്ളൂ. ഈ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് ലാസ്റ്റ് കറക്ഷനാണെന്ന് പറയാറുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കറക്ഷൻ വരാൻ പാടില്ല. ഓക്കെ, സംഭവിക്കുക എന്ത് വേണമെങ്കിൽ സംഭവിക്കുക ഇല്ല എന്നല്ല. ബട്ട് യൂഷ്വലി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കറക്ഷൻ വരാൻ പാടില്ല. കറക്ഷൻ വരാൻ പാടില്ല വെച്ചാൽ ഈ വേവ് ഉണ്ട്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകും. മാക്സിമം ചാൻസസ് അങ്ങനെയാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇത്രയും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൈസ് ഇന്ന് എന്തായി നമ്മൾ കാണുവാണെങ്കിൽ എക്സാക്ട്ലി പ്രൈസ് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുത്തു. ആൻഡ് ദെൻ വീണ്ടും ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. 3 കറക്ഷൻ്റെ ഫർദർ ബുളിഷ്നെസ് എപ്പോഴും വരും. ഫർദർ ബുളിഷ്നെസ് വരുന്നത് 52,225 ഇതിൻ്റെ അബവാണ് ഫർദർ ഹെൽത്തി ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ സസ്റ്റെയിൻ ആയാൽ മാത്രമേ. ഓക്കെ,
അപ്പോഴേ ഇതാവുള്ളൂ. സപ്പോർട്ട് സ്റ്റിൽ ഇത് തന്നെയാണ്. ചെറിയ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഷെയറിനുള്ളത് എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് 51,930. ഓക്കെ, മേജർ മൂവ് കിട്ടുന്നത് ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കും. 52,230 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മേജർ മൂവ് നമുക്ക് ഇവിടെ ആൻഡ് ദെൻ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിനകത്ത് ഫിബൊനാച്ചി വെച്ച് ഞാൻ എക്സ്റ്റൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 1 2 3. ഓക്കെ, ഇതിൽ സ്റ്റിൽ ഇതിലും അങ്ങനെ തന്നെയാണ്. 5th വേവ് ആണ് നടക്കുന്നു ഫിബൊനാച്ചി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതും അത്യാവശ്യം നല്ല മൂവ് തരാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ നോക്കണം. ഇനി ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂവ് കണ്ടോ 127.20% ആണ്. 125.20% ആണ്. 53,000 ആണ്. 53,000 53,000 ആണ് നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ്. ബട്ട് ഒറ്റയടിക്ക് കിട്ടത്തില്ല, അറിയാലോ, ഈസിലി തരത്തില്ല മാർക്കറ്റ് ഈസിലി. സോ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇതിൻ്റെ അബവ് നിങ്ങൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഫസ്റ്റ് ഇതായിരിക്കും. സോ ഇവിടെ സൂക്ഷിക്കണം 52,440. ഓക്കെ, ഇതിൻ്റെ അബവ് ക്ലിയർ ചെയ്ത് ദാറ്റ് മീൻസ് മറ്റേ മുകളിലേക്ക് നമ്മുടെ പോകാനുള്ള 52,725 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐ തിങ്ക് റെസിസ്റ്റൻസ് ഇല്ല. 51,100 ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഇവിടെ 52,820 കാണുന്നുണ്ട് കേട്ടോ. ഇതും കാണുന്നുണ്ട് കേട്ടോ. സോ ശ്രദ്ധിക്കണം ഓരോരോ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ. 52,830 റെസിസ്റ്റൻസ് ഇവിടുത്തെ കാണുന്നുണ്ട്. 51,085 ഇതാണ്. ഓക്കെ, സോ എല്ലാം നോക്കിയിട്ട് സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. മോസ്റ്റ്ലി അപ്സൈഡ് തന്നെയാണ് ഞാൻ കാണുന്നുള്ളൂ. ബട്ട് ഒരു ചെറിയ ഡിപ്പ് കിട്ടിയാൽ ആ ഡിപ്പ് സസ്റ്റെയിൻ ആവുന്നില്ല എന്ന് 2 ഇൻഡെക്സിൽ നോക്കിയിട്ട് വേണം മുകളിലേക്ക് നമ്മൾ ഫർദർ ട്രേഡ് എടുക്കാം. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് നമ്മുടെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. ഇത് മറക്കരുത്. 51,770. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. ഇത് ബ്രേക്ക് ആവാൻ പാടില്ല. ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി പിന്നെ വീക്ക്നെസ് തുടങ്ങും. ആവാൻ പാടില്ല, ബട്ട് മാർക്കറ്റാണ്, എങ്ങനെ വേണം നമുക്ക് ട്രാപ്പ് ചെയ്യും. ഓക്കെ, 52,225 ക്ലിയർ. ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി ഐ തിങ്ക് ക്ലിയർ ആണ്. പിന്നെ ചെറിയൊരു റെസിസ്റ്റൻസ് ഇതും കൂടി എല്ലാം നമ്മൾ ഷാർപ്പ്ലി നമ്മുടെ ഓരോ റെസിസ്റ്റൻസ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാറ്റി ഇവിടത്തേക്ക് ആക്കി 52,280. ഓക്കെ, 280 ഈ സെൻറ്ററുള്ള ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ 280 ആൻഡ് ദെൻ നേരെ 440 ആൻഡ് ദെൻ പിന്നെ മുകളിലേക്ക്. ഓക്കെ, ഇത് ഐ തിങ്ക് വലിയ മേജർ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ ഇവിടെ തന്നെ വരുള്ളൂ. 52,000 ഇവിടെ ഒരു ഇത് കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കൂടിയാണ്. ഈ റെഡ് ക്യാൻഡിലുടെ ഈ നമ്മുടെ റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇവിടെ ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ. ഓക്കെ, സോ അങ്ങനെ ആവാം നമുക്ക്. ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഇച്ചിരി ട്രാപ്പിയാണ്. സോ സ്കാൽപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്കാൽപ്പ് തന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് ഇതൊരു ട്രാപ്പിയാണ്. ഇത്തിരി സംഭവം ബുള്ളിഷാണ്, ഇല്ലാന്നില്ല. ബട്ട് ട്രാപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പ്രീമിയം ഹൈ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് us the channel. Thank you.